ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്വാതന്ത്ര്യം സീരിയൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ ആര്യൻ മിത്രയുടെ അടുത്ത് കറക്റ്റായിട്ട് പറയണ്ട, മിത്രയെ ഈ സ്വർണം നമുക്ക് വേണ്ട, ഈ സ്വർണം നീ തന്നെ നിൻ്റെ അച്ഛനെയും അമ്മയുടെയും കയ്യിൽ ഏൽപ്പിക്കണം. നമ്മൾ അധ്വാനിച്ച് പണം കൊണ്ട് നമ്മളൊരു ട്രാവൽസ് തുടങ്ങുമ്പോഴാണ് അത് നമ്മുടെ സ്ഥാപനമാവുന്നത്. ഇത് നമ്മുടെ സ്ഥാപനം എന്ന് പറയാൻ പറ്റില്ല. മറ്റൊരാൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം നമ്മൾ നിസ്സാരമായി കൈക്കലാക്കിയിട്ട് അതൊരു ബിസിനസ് തുടങ്ങുക എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അത് നമ്മൾ അധ്വാനിച്ച് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് എനിക്ക് ഇതിൽ താല്പര്യമില്ല. അതുകൊണ്ട് മിത്ര സേഫായിട്ട് ഇത് വീട്ടിലെത്തിക്കണം. അല്ല, ഞാൻ ആക്കണോ? വേണ്ട, ഞാൻ പോയിക്കോളാം എന്ന് മിത്ര പറയുകയാണ്. ശരി എങ്കിൽ ഞാൻ പോയിക്കോട്ടെ എന്ന് ആര്യൻ അവിടെ നിന്ന് പോകുക കേട്ടോ. മിത്ര മനസ്സിൽ വിചാരിക്കുകയാണ്, എന്തായാലും ഈ സ്വർണം ഞാൻ കൊടുക്കാൻ വേണ്ടി പോകുന്നില്ല. ആര്യൻ അങ്ങനെ മനസ്സിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ആര്യൻ്റെ മനസ്സ് എനിക്ക് നന്നായിട്ടറിയാം. ആര്യനെ ഒരു ബിസിനസ് തുടങ്ങണം, അത്രമാത്രം ആഗ്രഹമുണ്ട്. ആര്യൻ എന്നെ എന്തുമാത്രം സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ ആര്യനെ ഞാൻ സഹായിച്ചേ പറ്റൂ എന്ന് അങ്ങനെ മിത്ര വിചാരിക്കുക. അതിന് ഈ സ്വർണം അത് എനിക്ക് വേണം. ഈ സ്വർണം പണയം വിറ്റ ഒരു 10 ലക്ഷം രൂപ ഉണ്ടാക്കിയതിന് ശേഷം അത് ആര്യന് കൊടുക്കണം. അതിന് ശേഷം ബിസിനസ് തുടങ്ങാം എന്നൊക്കെ വിചാരിച്ച് മിത്ര നേരെ പോവാണ്. എന്നിട്ട് മീനാക്ഷിയുടെ അടുത്തേക്കാണ് പോകുന്നത്. മീനാക്ഷിയുടെ സ്വർണം കാണിച്ചപ്പോൾ മീനാക്ഷി ചോദിക്കുന്നുണ്ട്, ഇത് ഏത് സ്വർണ്ണം മിത്രേ? ഇത് കല്യാണത്തിന് വേണ്ടി അമ്മയോ അച്ഛയോ എനിക്ക് തന്ന സ്വർണ്ണമില്ലേ? ആ സ്വർണം ചേച്ചിയെ. അല്ല, ഇതിപ്പോൾ എവിടുന്ന് കിട്ടി? അതോ മിഥുന് ഒരു മയക്കുമരുന്ന് കേസിൽ പോലീസ് പിടിച്ചു. അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാ ഈ സ്വർണം. നേരത്തെ തന്നെ മിഥുൻ്റെ പേരിൽ ഞാനും അയനും കൂടി സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നായിരുന്നു. അതുകൊണ്ട് സ്ഥലം SI ഞങ്ങളെ വിളിക്കുകയും ഈ സ്വർണം തരികയും ചെയ്തു. അതെന്തായാലും നന്നായി അല്ലേ? ഞാനിപ്പോൾ മീനാക്ഷിയുടെ അടുത്ത് വന്ന് എന്തിനാണെന്ന് അറിയാവോ? ഒരു സഹായം ചോദിക്കാൻ വേണ്ടിയാണ്. അതെന്താ? അല്ല, ആര്യനൊരു ബിസിനസ് തുടങ്ങാൻ 10 ലക്ഷം രൂപയുടെ ആവശ്യം പറഞ്ഞിരുന്നില്ലേ? ഞാൻ ആര്യൻ്റെ അടുത്ത് ഈ സ്വർണ്ണം എടുത്ത് അങ്ങ് 10 ലക്ഷം രൂപ പണയം വെച്ച് 10 ലക്ഷം രൂപ എടുക്കാൻ പറഞ്ഞപ്പോൾ അത് ആര്യൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ആര്യനെ അറിയാതെ ഞാൻ ഇത് കൊണ്ടുവന്നു. വേറെ ഒന്നുമല്ല, ഇത് ഞാൻ പണയം വെച്ചിട്ട് ഒരു 10 ലക്ഷം രൂപ മീനാക്ഷി ചേച്ചി തരാം. എന്നിട്ട് മീനാക്ഷി ചേച്ചി അത് PFൽ നിന്ന് കിട്ടിയ എമൗണ്ടാണ്, ലോൺ കിട്ടിയ എമൗണ്ടാണെന്ന് പറഞ്ഞ് ആര്യന് കൊടുക്കണം. അയ്യോ, ഇത് ഭാവിയിൽ വലിയ പ്രശ്നമാകും. ഇത് വേണ്ട എന്ന് പറയല്ലേ? അയ്യോ, എന്നെ സഹായിച്ചേ പറ്റൂ. ആര്യനെ എനിക്ക് എത്ര നല്ല സ്വഭാവമാണ്. എനിക്ക് നല്ലൊരു ജീവിതം തന്നു, എനിക്കിപ്പോൾ നല്ലൊരു കരിയർ തന്നു. അങ്ങനെ പല കാര്യങ്ങളും ആര്യൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആര്യനെ എനിക്ക് സഹായിക്കാൻ പറ്റുന്ന സഹായം ഞാൻ ചെയ്യേണ്ടേ ചേച്ചി എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ നീ പറഞ്ഞതിൽ കാര്യമുണ്ട്. ശരി, ഞാൻ നിന്നെ സഹായിക്കാം എന്ന് മീനാക്ഷി പറയണം. അന്ന് നമുക്ക് 2 പേർക്കും കൂടെ ഒരുമിച്ച് ഇത് പണയം വെക്കാൻ വേണ്ടി പോകാം. ശരി ചേച്ചി. അപ്പോഴേക്കും മീനാക്ഷിക്ക് ഒരു കോൾ വരികയോ, അതുകൊണ്ട് മീനാക്ഷി അങ്ങോട്ട് മിത്രയുടെ കൂടെ പോകാൻ പറ്റണില്ല കേട്ടോ. സേഫായിട്ട് പോകാൻ പറ്റണില്ല. മിത്ര അതും കൊണ്ട് പോവുക. പണയം വെച്ചിട്ട് പൈസ തന്നാൽ മതി, വൈകിട്ട് ഞാൻ ആര്യനെ വിളിച്ച് കാര്യം പറഞ്ഞോളാം. ശരി എന്ന് പറഞ്ഞിട്ട് മിത്ര ആ പൈസയ്ക്ക് വേണ്ടി സ്വർണം പണയം വെക്കാൻ വേണ്ടി പോവുകയാട്ടോ. നമ്മുടെ സ്വർണം പണയം വെക്കാൻ വേണ്ടി നമ്മുടെ മിത്ര അങ്ങോട്ട് പോകുന്ന സ്ഥലത്ത് നമ്മുടെ അച്യുത വരുന്നുണ്ട്. മിത്ര അച്യുതനെ കാണുന്നില്ല, പക്ഷേ അച്യുത മിത്രയെ കാണുന്നുണ്ട്. അവിടുത്തെ മാനേജരും അതുപോലെ തന്നെ അച്യുതനും തമ്മിൽ ഒരു പുതിയ ബിസിനസ് പാർട്ണർഷിപ്പിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് അച്യുതൻ പറയുന്നത് അവിടുത്തെ മാനേജർ കേൾക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. മിത്രയ്ക്കിട്ട് ഒരു പണി കൊടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ അച്യുതൻ ചെയ്യുന്നത്. ഈ സ്വർണ്ണം അവൾക്ക് കൊടുക്കണ്ട, ഇത് ഏട്ടൻ്റെ സ്വർണ്ണമാണ് എന്നാൽ ആ സ്വർണ്ണം അവിടെ പിടിച്ചു വെക്കണം ചെയ്യുന്നത്. അങ്ങനെ ആ മാനേജർ അത് വഴങ്ങും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവർ പാർട്ണർഷിപ്പിലുള്ളവരല്ലേ, അപ്പം അയാൾ പറയണ കേൾക്കണമല്ലോ. അതുകൊണ്ട് അച്യുതൻ ആ ഒരു സംസാരത്തിൽ വഴങ്ങുകയും ചെയ്യുക. അതിന് മിത്രയ്ക്ക് ആ സ്വർണ്ണം കൊടുക്കുന്നുണ്ട്. അപ്പം മിത്ര അവിടെ നിന്ന് സ്റ്റാഫിനോട് ചോദിക്കുന്നത്, എല്ലാം എൻ്റെ സ്വർണം വെച്ചിട്ട് 10 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞല്ലോ. ആ 10 ലക്ഷം രൂപ തരാൻ വേണ്ടി പറയുമ്പോൾ സ്റ്റാഫ് പറയുക, ഇവിടെ പൈസയ്ക്ക് ചെറിയൊരു ഷോർട്ടേജ് ഉണ്ട്. രാവിലെ തുറന്നതേ ഉള്ളൂ, 10 മണി ആയില്ലല്ലോ മാഡം. അതുകൊണ്ട് വൈകിട്ട് മാഡം വരികയാണെങ്കിൽ 10 ലക്ഷം രൂപ തരാം
ഞാൻ നിങ്ങളെ എങ്ങനെ വിശ്വസിക്കും എന്ന് മിത്ര ചോദിക്കുമ്പോൾ അതൊരു പേപ്പറിൽ എഴുതി തരാമെന്ന് പറയണം അവിടുത്തെ മാനേജർ. അങ്ങനെ മിത്ര പോകുന്നുണ്ട്. വൈകിട്ട് 4 മണിയാകുമ്പോഴത്തേക്കും തന്നെ വരിക, പൈസ റെഡിയാക്കി വെക്കാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ 4 മണിക്ക് മിത്ര വീണ്ടും അവിടേക്ക് വരും. അപ്പോൾ നാളത്തെ കഥയാട്ടോ ഇതൊക്കെ. ഇപ്പോൾ 10 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞില്ലേ, പൈസ തരണം എന്ന് പറയുമ്പോൾ ഏത് 10 ലക്ഷം രൂപ എന്ന് മാനേജർ ചോദിക്കുകയാണ്. അല്ല, നിങ്ങളല്ലേ രാവിലെ ഒന്ന് പൈസ ഒക്കെ ഷോർട്ടേജാണ്, അത് കാരണം വൈകിട്ട് വന്നും പറഞ്ഞ് എൻ്റെ സ്വർണം വെച്ച സ്വർണത്തിൻ്റെ 10 ലക്ഷം രൂപ തരാം എന്ന് പറഞ്ഞത്. നിങ്ങളിവിടെ സ്വർണം പണയം വെച്ചെന്നോ? നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? നിങ്ങളിവിടെ സ്വർണം പണയം വെച്ചിട്ടുമില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. എന്തിനാണ് നിങ്ങളിങ്ങനെ കള്ളം പറയണത്? നിങ്ങൾ രാവിലെ തന്ന പേപ്പർ എൻ്റെ കയ്യിൽ, പേപ്പറോ കൊടുക്കുകയാണ്. കൊള്ളാം, ഒരു വെള്ള പേപ്പറിൽ ഇങ്ങനെ എഴുതി ആരും വിശ്വസിക്കാനാ കൊച്ചു പോയി പണി നോക്ക്. ദേ ഇപ്പോൾ ഇങ്ങനത്തെ കുറേ കള്ളന്മാർ വരുന്നുണ്ട്. ആ മാനേജർ പറയുകയാണ്, അതേ കളിക്കില്ലേ കേട്ടോ, 25 പവനാണ് നിങ്ങൾക്ക് ഞാൻ തന്നത്. ഇന്നത്തെ സ്വർണ്ണവില അനുസരിച്ച് 30 ലക്ഷത്തിന് മുകളിൽ പോകും. പിന്നെ 10 ലക്ഷം രൂപ എനിക്ക് മതി അത്യാവശ്യമായതുകൊണ്ട്. ആ 10 ലക്ഷം രൂപ മാത്രം വെച്ചാൽ നിങ്ങളെന്താ ആളെ കളിപ്പിക്കുകയാണോ? ഞാൻ ആരാണ് നിങ്ങൾക്ക് അറിയാമോ? മേഡം ആരായാലും എനിക്കൊരു കുഴപ്പമില്ല. എന്തായാലും മേഡം ഇവിടെ 25 പവൻ തന്നിട്ടുമില്ല, 10 ലക്ഷം രൂപ പൈസ ഞങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ടുമില്ല എന്ന് മാനേജർ പറഞ്ഞാൽ, നിങ്ങൾ പണി നോക്കുമ്പോൾ പോകാൻ, നിങ്ങൾക്ക് ഇതുപോലത്തെ ഉടായ്പകൾ ഡെയിലി ഞങ്ങൾ കാണണേ എന്നൊക്കെ ആ മാനേജർ മിത്രയോട് പറയണം. ആഹാ, ഞാൻ കാണിച്ചു തരാം, ഞാൻ പോലീസിനെ വിളിക്കട്ടെ, ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് മിത്ര വേഗം തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയാണ്. പോലീസാണെങ്കിൽ അടുത്ത നേരത്തെ അച്യുതൻ്റെ കാര്യം പറഞ്ഞ പോലെ അച്യുതൻ്റെ ഒരു കൂട്ടുകാരനാട്ടോ. ആ പോലീസുകാരനല്ല, ഇത് വേറൊരു പോലീസുകാരൻ. മിത്ര എനിക്ക് സ്വർണം കൊടുത്ത SI അല്ല, ഇത് അവരുടെ അവിടുത്തെ ലൊക്കാലിറ്റിയുള്ള സ്റ്റേഷനിലെ പോലീസുകാരനാണ് വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ നേരത്തെ അച്യുതനും പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ CCTV ഉണ്ടല്ലോ അവിടെ, അതിൽ നോക്കിയാൽ കാണാം സാറ് ഞാൻ ഇവിടെ വന്ന കാര്യങ്ങളൊക്കെ എന്ന് മിത്ര പറയുമ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട്. അവർ മാനേജർ പറയാം, ഇവിടെ CCTV വർക്കിംഗ് അല്ല സാറ് എന്ന് പറയണം. പോലീസുകാരൻ വേണ്ട, എൻ്റെ പൊന്നു കൊച്ചെ ഓരോരോ ഉടായിപ്പായിട്ട് ഇറങ്ങിക്കൊള്ളും, കൊച്ചു പോകാൻ നോക്കുക എന്ന് പറയുമ്പോൾ, ഇല്ല ഞാൻ എൻ്റെ പണം കിട്ടാതെ പോവില്ല, അല്ലെങ്കിൽ എൻ്റെ സ്വർണ്ണമെങ്കിലും എനിക്ക് കിട്ടണം, എനിക്ക് എൻ്റെ സ്വർണം താ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സ്വർണവും ഇല്ല എന്ന് പറയുകയാണ്. ആ മാനേജറും സ്റ്റാഫും ആകെ പെട്ടുപോകാട്ടോ. ഇനി എന്ത് ചെയ്യും? ആരോട് ഞാൻ സഹായം ചോദിക്കുന്നതൊക്കെ ചോർത്ത് ഇങ്ങനെ മിത്തം നിൽക്കുക. ആരൊക്കെയാണെങ്കിലും എന്ന് പറഞ്ഞതാണ് ഈ സ്വർണം തൊടരുത് ആര്യനോട് പറഞ്ഞപ്പോൾ. ഈ സ്വർണം കൈയോടെ വീട്ടിൽ കൊടുക്കുക. അപ്പോൾ ആര്യനറിയാതെയാണ് ഞാൻ ഈ പണിയൊക്കെ ചെയ്യാൻ വന്നത്. ആര്യനറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? ഇപ്പോൾ എന്നാ ചെയ്യും? ആരറിഞ്ഞാലും കുഴപ്പമാണല്ലോ. എന്നാൽ ഒരു കാര്യം ചെയ്യാം, പ്രശ്നം മീനാക്ഷി ചേച്ചി അടുത്ത് പറയാം എന്ന് പറഞ്ഞിട്ട് മിത്ര അപ്പോൾ തന്നെ മീനാക്ഷിയെ ഫോൺ ചെയ്യുകയാണ്. മീനാക്ഷി ചേച്ചി ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുകയാണ്. എന്താ മിത്ര, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ മിത്ര പറയുകയാണ്. മീനാക്ഷി പറയുകയാണ്, ഞാൻ പറഞ്ഞതല്ലേ മിത്ര, ആരെങ്കിലും ഇങ്ങനത്തെ ഒരു പൊട്ടത്തരം കാണിക്കോ? പൈസ കൊടുത്തില്ല, ആ സമയത്ത് തന്നെ അവിടെ പോലീസുകാരനെ വിളിച്ചു വരുത്തുമായിരുന്നു എന്നൊക്കെ പറയുകയാണ്. നീ ഇവിടെ പോലീസ് ആവാൻ വേണ്ടി ട്രെയിനിങ് ചെയ്യണ ആളല്ലേ, നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്താ ഇത്രയും? ഒരു കാര്യം ചെയ്യാം, നീ അവിടെ തന്നെ നിൽക്കുക, ഞാൻ അവിടേക്ക് വരാമെന്നും പറയാണ്. അപ്പം മീനാക്ഷി ഒറ്റയ്ക്ക് പോയിട്ട് കാര്യമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് തന്നെ മീനാക്ഷി ഈ കാര്യം ബാലനോട് പറയാണ്. കാരണം വേറെ നിവൃത്തിയില്ല, അതുകൊണ്ട് ബാലനോട് പറയണം, അച്ഛൻ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, അവൾ സർപ്രൈസായിട്ട് ആര്യനൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി സഹായിക്കാമെന്ന് വെച്ചിട്ട് ആ സ്വർണം പണയം വെക്കാൻ കൊണ്ടുപോയതാണ്. ഇപ്പോൾ ആ പണയം വെക്കാൻ കൊണ്ടുപോയ ആ ഒരു ഫിനാൻസ് കമ്പനിക്കാർ പറയുക, അവൾ അവിടെ വന്നിട്ടുമില്ല എന്ന രീതിയിലൊക്കെ പറയുകയാണ്. അവൾ കള്ളം പറഞ്ഞ് ചെന്നാന്നൊക്കെ പറഞ്ഞ് പോലീസുകാരനൊക്കെ അത് പറയുകയാണ്. അപ്പോൾ അച്ഛൻ നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ അവളെ ഒന്ന് സഹായിക്കണം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ബാലനും ആകെ തലയ്ക്ക് വട്ടുപിടിക്കുക കേട്ടോ. ഓരോരോ പ്രശ്നങ്ങൾക്ക് മുകളിൽ ഓരോരോ പ്രശ്നങ്ങളാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ആകെ ബാലനും ആകെ വട്ടുപിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. മീനാക്ഷി പറഞ്ഞു, മോളെ വിഷമിക്കണ്ട, നമുക്ക് എന്തെങ്കിലും മാർഗം ഉണ്ടെന്ന് നോക്കാം പറയണം. അങ്ങനെ മിത്ര പോലീസ് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയത് ആനന്ദനും അറിയാട്ടോ. അപ്പോൾ ആനന്ദന് ഒരു ഡൗട്ടുണ്ട്, അപ്പോൾ തന്നെ സംശയം തോന്നുന്നുണ്ട് കേട്ടോ. അച്യുതാ, എടാ നീ എന്തെങ്കിലും പണി ഒപ്പിച്ചായിരുന്നു എന്ന് ചോദിക്കാനും. ആ ചേട്ടാ ഒപ്പിച്ചു. ആ മിത്രയുണ്ടല്ലോ, ചേട്ടനും ഏടത്തെയും കൂടി കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വർണ്ണം ഉണ്ടല്ലോ, അത് പണയം വെക്കാൻ വേണ്ടി ആ ഫിനാൻസ് കമ്പനി വന്നിരുന്നു. ഞാൻ പറഞ്ഞു അത് നിൽക്കണ്ട എന്ന്. നീ എന്തിനാ അങ്ങനെ ചെയ്തത്? അത് ഞങ്ങൾ അവൾക്ക് കൊടുത്ത ഇഷ്ടദാനമാണ്,
അത് പണയം വിൽക്കോ കൊണ്ടുപോയി കളയോ അതൊക്കെ അവളുടെ ഇഷ്ടം. അല്ലാതെ നീ അതിൽ ഇടപെടേണ്ട കാര്യവുമില്ല. എൻ്റെ മോൾ ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലാണ്. അച്യുതൻ വെറുതെ കളിക്കില്ലേ, കൊണ്ട് ആ ഫിനാൻസുകാരോട് പറ പൈസ കൊടുത്തിട്ട് വിടാൻ. ഏട്ട ഇതിൽ ഇടപെടേണ്ട. ഏട്ട എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ഈ സ്വർണം കൊടുക്കില്ല, അവൾ അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അച്യുതൻ ഒറ്റ കാലം നിൽക്കോട്ടെ. അപ്പോൾ അനന്തനും അച്ഛനും തമ്മിൽ അതിൻ്റെ പേര് ചെറിയ വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ട്. അവൻ്റെ മകളാണല്ലോ, എന്താണെങ്കിലും സ്വന്തം മകൾ പെട്ട് നിൽക്കുമ്പോൾ കടന്നമാർക്ക് ദുഃഖം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ആവശ്യത്തിനായി ബാലനും നമ്മുടെ അനന്തനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ഇതിനാണ് നിങ്ങൾ കാരണമല്ലേ മിത്ര ഇപ്പോൾ ഈ ഒരു അപമാനം നേരിടേണ്ടി വന്നത്. നിങ്ങൾക്ക് കുറിച്ചെങ്കിലും ഉളുപ്പുണ്ടോ? തൻ്റെ മോളല്ലേ, എങ്ങനെയെങ്കിലുമൊക്കെ അവളെ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ കൂടെ വരണമെന്ന് ബാലൻ പറയുക. നിങ്ങളൊരു പരാതി കൊടുത്താൽ മതി, അവളെ പെട്ടെന്ന് ഈസി ആയിട്ട് പുറത്തിറക്കാം. അവളുടെ സ്വർണ്ണം അവൾക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ പോലീസ് അവൾ ഒരു ഉടായിപ്പാണ്, അവൾ ഫേക്കായിട്ട് സ്വർണ്ണം ഉടായിപ്പ് കാണിച്ച് ഫേക്കായിട്ട് സ്വർണ്ണം കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് പല കേസുകളും അവളുടെ മുകളിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അവളുടെ സ്വന്തം അച്ഛനല്ലേ, അപ്പോൾ നിങ്ങൾക്കൊരു വിഷമവും കാര്യങ്ങളൊന്നും ഇല്ലേ? നിങ്ങൾ കുറച്ച് കണ്ണിച്ചോര ഉണ്ടെങ്കിൽ നിങ്ങൾ വരണം എന്ന് പറയുകയാണ്. എന്തായാലും നിങ്ങൾ കൈവിട്ടാലും ഞാൻ കൈവിടില്ല. എൻ്റെ മകളാണ് മിത്ര, അവളിപ്പോൾ എൻ്റെ മോളാണ്, അവളെ രക്ഷിക്കാൻ എനിക്കറിയാം. കുറിച്ചൊരു മനസാക്ഷി നിങ്ങൾക്കുണ്ട് എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യം വന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ബാലൻ പോവുകയാണ്. ബാലൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് മിത്ര എന്ന ഈ ഒരു സഹായിക്കാനായിട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അനന്തിന് മനസ്സിലാവുന്നത് മിത്ര എത്രമാത്രം ആ വീട്ടുകാരെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അവസാനം തൻ്റെ അനിയൻ അച്ഛനെ തള്ളിപ്പറഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ മിത്രയെ രക്ഷിക്കേണ്ട നമ്മുടെ അനന്തനും ബാലനും കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ ഇത്ര വലിയൊരു പ്രശ്നങ്ങൾ പോകുന്ന ഭാഗമാണ് നമ്മൾ നാളെയും മറ്റന്നാളായിട്ട് കാണാൻ പോകുന്നത്. അതിന് ബാലനും അനന്തനും നിഷ്പ്രയാസം മിത്രയെ രക്ഷിക്കാൻ കഴിയും. അനന്തനും പോവാണ് മകളെ രക്ഷിക്കാൻ. അനിയനെ വെല്ലുവിളിച്ചിട്ടാണ് പോകുന്നത്, രക്ഷിക്കുമെന്ന് പറഞ്ഞ്. ഇതൊക്കെയാണ് അടുത്ത ദിവസങ്ങൾ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി നാളെ കാണാം. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.